അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താന്ന് പറഞ്ഞാല് ഈ കരിയേപ്പില. അപ്പം ഈ കരിയേപ്പില അല്ല, ഈ കരിയേപ്പില വെച്ചിട്ട് ഒരു റൈസാണ്. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാല് ഈ കരിയേപ്പില. അപ്പൊ നമ്മൾ ഒരു അല്ലി അല്ല, വെളുത്തുള്ളി, പിന്നെ 3-4 പീസ് നമ്മുടെ കൊച്ചുള്ളി, രണ്ട് പീസേ ഉള്ളൂ കൊച്ചുള്ളി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ വന്നിട്ട് നമ്മുടെ റൈസാണ്, ബോയിൽ ചെയ്ത ബസ്മതി റൈസ്. അപ്പൊ നമ്മുടെ ഈ റൈസ്, കരിയേപ്പില റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അത് നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ അരയ്ക്കാനല്ല, നമ്മളിത് സോട്ട് ചെയ്യാൻ പോകുന്നത്. വെളിച്ചെണ്ണയിൽ നമ്മൾ സോട്ട്. അപ്പൊ എന്തൊക്കെയാണ്? 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇത്രയും ഒരു 3 പീസ് ഇത് കൊച്ചുള്ളി, പിന്നെ നമ്മൾ ഇത്രയും കരിവേപ്പില, ഇത്രയും നമ്മൾ കരിവേപ്പില നമ്മൾ എടുക്കുകയാണ്. ഇത്ര കരിവേപ്പില മതി. അപ്പൊ ഇത് സോട്ട് ചെയ്യുക. ഇപ്പം ഈ സവോള കൊച്ചുള്ളി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് നമ്മളതിനെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതും കുറച്ച് ചോപ്പ് ചെയ്യുക എന്ന് കഷ്ണങ്ങളായി. ആദ്യം ശകലം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുകയാണ്. നമ്മൾ ശകലം ജീരകം ഇങ്ങനെ ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ആ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അപ്പം ഇതിനകത്ത് നിങ്ങൾ സ്പൈസി ആഡ് ചെയ്യാൻ പറ്റുന്നവരാണ്. ശകലം കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പം ഞാനിതിൽ കുരുമുളക് ഇടുന്നില്ല. അപ്പം ഇതാണ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ സിമ്പിളാണ്. അപ്പം ഇത്രയും 2 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിനങ്ങ് നമ്മൾ സോട്ട് ചെയ്യുക. ഒരു ജസ്റ്റ് ഗോൾഡൻ ശേഷം നമ്മൾ ഇത്രയും കരിവേപ്പില നമ്മൾ ഇടുകയാണ്. നമ്മൾ ഇടുക. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഓഫ് ചെയ്യുക. അപ്പം ഇതിനെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഇത്രയും കരിവേപ്പില ഒരു പോർഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കരിവേപ്പില നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകും. നമ്മുടെ ഉണ്ടല്ലോ ഈ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കരിവേപ്പില, കൊച്ചുള്ളി, ജീരകം, പിന്നെ വന്നിട്ട് വെളുത്തുള്ളി വന്ന് പേസ്റ്റ് ചെയ്തെടുത്തതാണ്. കണ്ടല്ലോ, നല്ല പേസ്റ്റ് ആയിട്ടില്ല, കയ്ത്തു പോകും. അതുകൊണ്ട് കണ്ടല്ലോ ചെറിയ ക്രഷ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ റൈസിൽ മിക്സ് ചെയ്താൽ മതി. അപ്പം കരിവേപ്പില റൈസ് റെഡിയാണ്. ആ പേസ്റ്റ് നമ്മൾ ആ പാനിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഒരു ബോള് റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ റൈസ് നമ്മൾ ഇടുകയാണ്. അപ്പം നമ്മുടെ ഉപ്പും കൂടെ ഇങ്ങനെ ഇടുകയാണ്. ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ തളിക്കുക. വെള്ളം തളിച്ചിട്ട് നമ്മൾ ഒരു അടപ്പെടുത്ത് അടച്ചു വയ്ക്കുക. അപ്പം ദം പോലെ കുറച്ച് റൈസ് നല്ല സ്റ്റീം ചെയ്യും. ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ്. കരിവേപ്പിലയുടെ ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. ഹെൽത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തു, ശകലം വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതിന് ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഫൈനലി നമ്മൾ തുറന്നു നോക്കാം. അപ്പോൾ ദമ്മ് പരുവത്തിൽ ആ ഒരു റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ടേസ്റ്റ് നോക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. സൂപ്പറാണ്. ആ കരിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. നല്ല റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പ്ലേറ്റിലോട്ട് ആക്കാൻ പരുവത്തിലാണ് വരുന്നത്. നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ കരിവേപ്പില റൈസ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, കരിവേപ്പില റൈസ് ഭയങ്കര കളറിയല്ല. നമ്മുടെ അതിനകത്ത് സ്പൈസി ഇല്ലാത്തവർക്ക് നല്ല ഓപ്ഷനാണ്. കരിവേപ്പില ഫ്ലേവറൊക്കെ നല്ലതാണ്. പിന്നെ സ്പൈസി ആഡ് ചെയ്യുന്ന ശകലം കരിവേപ്പില ശകലം പെപ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് സ്പൈസി ഉണ്ടാവും. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ശരിക്കും ഈ കരിവേപ്പില എന്ന് പറഞ്ഞാൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഹെൽത്തിനൊക്കെ നല്ല ആവശ്യമാണ്. ഹെയർ ഗ്രോത്തിന് കൊള്ളാം, ഡൈജഷന് കൊള്ളാം. പിന്നെ നമ്മുടെ ഈ ചെറിയ ബാക്ടീരിയസിനൊക്കെ കൊല്ലാനുള്ള സംവിധാനം ഉള്ളതാണ്. നല്ല ശരിക്കും പവർ ഉള്ളതാണ്. അപ്പം അത് നമുക്ക് അളവിനാണ് ഞാൻ ചേർത്തിക്കുന്നത്. അതിൻ്റെ അളവെല്ലാം ഞാൻ ആൾറെഡി വീഡിയോ ഞാൻ അതിൻ്റെ കുക്കിംഗ് ഡെമോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ഓപ്ഷനാണ്. ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഈ കരിവേപ്പിലയൊക്കെ പക്ഷേ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. നല്ല ഫ്ലേവറിന്
ഓയിലൊക്കെ വളരെ കുറച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ട് ഓപ്ഷൻ ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഭയങ്കര ടേസ്റ്റ് എക്സ്പെക്ട് ചെയ്യേണ്ട, പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ട്, കരിവേപ്പിലയുടെ ഫ്ലേവർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, പിന്നെ അതിൻ്റെ ആ റൈസ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇത് ഫുഡി ആയിട്ടുള്ളവർക്കല്ല, ഹെൽത്തി ഓപ്ഷനുള്ള സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്, ഒരു ആയുർവേദിക് ഗസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനത് ഉണ്ടാക്കിയോണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടെ ഞാൻ അതിനെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളത് ഹെൽത്ത് ബെനിഫിറ്റ് നിങ്ങൾ തന്നെ അത് എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ് ഉൾക്കൊള്ളുക, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.